ഹലോ. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് ആക്കാനുള്ള ഫോം നമുക്കറിയാം. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V3 പ്ലസ് റിമൈനിങ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കിക്കേ. സ്റ്റുഡൻസ് ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ. സ്റ്റുഡൻസ് ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ റൂൾസ് ഓഫ് ദ സ്കൂളാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു സിംഗിൾ ടേം ആയിട്ടല്ല, ഇവിടെ റൂൾസ് ഓഫ് ദ സ്കൂളാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പാസീവ് വോയിസിലേക്ക് ആക്കാം. അപ്പോൾ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോഡൽ ഓക്സിലറി വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എന്താണ് ആഡ് ചെയ്യേണ്ടത്? ബി. ഓക്കെ, മോഡൽ ഓക്സിലറി ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് ബി ആണ്. ദെൻ നമ്മളുടെ റൂൾസ് പോലെ തന്നെയാണ് പോകുന്നത്. വെർബ് വരും, അതിനുശേഷം റിമൈനിങ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ബൈ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ ഷുഡ് ബി ഒബേഡ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ അല്ലേ? മോഡൽ ഓക്സിലറി വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ബി ആഡ് ചെയ്യണം. ദെൻ വെർബിൻ്റെ തേർഡ് ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇവിടെയും റിമൈനിങ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഇല്ല. നെക്സ്റ്റ് നോക്കി. ദേ ആർ പ്രിപ്പയറിങ് ദ ഡിന്നർ. കണ്ടിന്യൂസ് ഫോമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ പോയിട്ട് ദം ആവും. അപ്പോൾ ദ ഡിന്നർ ആണ് ഒബ്ജക്റ്റ്. ദ ഡിന്നർ ഈസ് ബീയിങ് വരാൻ കാരണം എന്താ? പ്രിപ്പയറിങ് ആണ്, കണ്ടിന്യൂസ് ഫോമാണ്. സോ ബീയിങ് പ്രിപ്പയർഡ് ബൈ ദം. ദേ പോയിട്ട് ദം ആവും. ഐ മീ ആകും, വി അസ് ആവും. അതുപോലെ ഇവിടെ ദേ ദം ആവും. നെക്സ്റ്റ് നോക്കി. ഷീ ഡിഡ് നോട്ട് റൈറ്റ് ദ എക്സാം. ഷീ ഡിഡ് നോട്ട് റൈറ്റ് ദ എക്സാം. ഷീ ആണ് സബ്ജക്റ്റ്, ദ എക്സാം ആണ് ഒബ്ജക്റ്റ്. സോ ദ എക്സാം, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഡ് ആണ്, സോ വാസ് ഓർ വേർ ആണ് വരിക. ഇവിടെ ദ എക്സാം ആണ്, സോ വാസ് എന്നാണ് വരിക. അപ്പോൾ ദ എക്സാം വാസ് നോട്ട് റിട്ടൺ ബൈ ഹെർ. ഷീ പോയിട്ട് ഹെർ ആവും. അപ്പോൾ മോഡൽ ഓക്സിലറി വന്നിട്ടുണ്ടെങ്കിൽ ബി ആഡ് ചെയ്യണം. കണ്ടിന്യൂസ് ഫോം ആണെങ്കിൽ ബീയിങ്, ഡിഡ് ആണെങ്കിൽ വാസ് ഓർ വേർ.